Good afternoon, sir. Yes, Shubha, good afternoon. Good afternoon, sir. Yes, Deepa Manoj, good afternoon. Good afternoon, sir. Okay, Milu, good afternoon. Arabiya, let us start. Yes. Okay, prayer undo. Wondered. Nana. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talents to make a positive impact in the world. Thank you. Okay, so use your talent for the positive impact in the world. Okay, and you? Yes. Milu. Thought of the day, ma'am, sir. Yes, Milu. The education should be expressed in character. യഥാർത്ഥ വിദ്യാഭ്യാസം സ്വഭാവത്തിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. Yes. Thank you. Very good, very good, very good. Yes. Sir, I sign in. Go. Sign in. Yes. Right. Good afternoon, Job sir and my dear friends. Welcome to our Montessori training class. With a heart full of respect and gratitude to our teacher, we step into this space to learn, grow, and reflect as future Montessori educators. Each session in a new opportunity to deepen our understanding and embrace the values of the beautiful method. Let us being with focus, calmness, and a shared passion for guiding young minds. Thank you all. Thank you, sir. Okay, very good, very good. Okay, Deepa Manoj, that. Okay. Yes. Thank you, sir. Okay. നമ്മുടെ ജനസംഖ്യ വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ശാലിനി. 11 യെസ്. എന്തിനാണ് അധികം? 11 മതിയല്ലോ. 11 ന്യൂക്ലിയസുകളല്ലേ? യെസ്. ഓക്കെ, ലെറ്റ് us come to the point. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 2 നൗൺ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ബേസിക് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ നൗണുമായി ബന്ധപ്പെട്ട ജെൻഡറുകളെ കുറിച്ച് നമ്മൾ പറയുന്നു. ജെൻഡർ. അപ്പോ പ്രധാനമായിട്ട് 4 രീതിയിലുള്ള ജെൻഡറുകൾ നമുക്കിപ്പോ ഒരു അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ കാണാം. മെയിൽ ഓർ ഫീമെയിൽ, അതാണ് ജെൻഡർ. ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും. യെസ്, അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറയുന്ന ഒരു ജെൻഡറിന്റെ പേരാണ് മാസ്കുലിൻ ജെൻഡർ. ഈ മാസ്കുലിൻ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മെയിൽ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയുന്നത്. ആണ്, ബോയ് മാസ്കുലിൻ ആണ്. ഫാദർ മാസ്കുലിൻ ആണ്. ബ്രദർ മാസ്കുലിൻ ആണ്. കോക്ക് പൂവൻകോഴി ആണല്ലേ. അപ്പൊ ആണായിട്ട് വരുന്നതിനൊക്കെയാണ് നമ്മൾ മാസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. മാസ്കുലിൻ ജെൻഡർ. ഇനി അടുത്തതാണ് ഫെമിനിൻ ജെൻഡർ. ഫെമിനിൻ. അപ്പൊ ആ ഫെമിനിൻ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഫീമെയിൽ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയുന്നത്. ഫെമിനിൻ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗങ്ങൾ അല്ലെ, പെൺകുട്ടികളായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ പറയാം. എക്സാമ്പിൾ ആയിട്ട് ഗേള് പറയാം, മദർ പറയാം, സിസ്റ്റർ പറയാം, ഡോട്ടർ, DAUGH ഡോട്ടർ, അത് പറയാം. ഇതെല്ലാം എന്താണ്? ഫെമിനിൻ ജെൻഡറാണ്. അപ്പൊ മാസ്കുലിൻ എന്താണെന്ന് പറഞ്ഞു, ഫെമിനിൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നൗണിനെ
നാലായിട്ട് ജെൻഡറിന്റെ ഡിസൈൻ നാലായിട്ട് വിഭജിക്കും. അത് രണ്ടെണ്ണം നമ്മളിവിടെ പറഞ്ഞു. ആണായിട്ടുള്ളതിന് മാസ്കുലിൻ ജെൻഡർ എന്നും പെണ്ണായിട്ടുള്ളതിന് ഫെമിനിൻ ജെൻഡർ എന്നും പറഞ്ഞു. ഇനി ചിലത് മെയിലുമല്ല ഫീമെയിലുമല്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നൗൺ നമ്മൾ പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് കോളേജ്, അതൊരു പേരല്ലേ കോളേജ്. അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റും. ബുക്ക്, അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നൈദർ മെയിൽ നോർ ഫീമെയിൽ, അത് മെയിലും അല്ല ഫീമെയിലും അല്ല, അങ്ങനെയുള്ള നമ്മൾ പറയുന്നത് ന്യൂട്രൽ. നമ്മൾ സാധാരണ പറയാറില്ല അവൻ ന്യൂട്രൽ അടിച്ച് നിൽക്കണം, ഇങ്ങനെ ചേരാണ്ട് നിൽക്കുമെന്ന് പറയാറില്ലേ, ന്യൂട്രൽ നിൽക്കുമെന്ന് പറയാറില്ലേ. യെസ്, അതിന് ന്യൂട്രൽ എന്ന് പറയും. ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പാണ്, അതിനെ പറയുന്ന പേരാണ് കോമൺ. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ആണും ആവാം പെണ്ണും ആവാം. ഒരു എക്സാമ്പിൾ പറയുന്നു, പുതിയ ഡോക്ടർ ചാർജ് എടുത്തു. ആ ഡോക്ടർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് മെയിൽ ഡോക്ടർ ആവാം, അതുമല്ലെങ്കിൽ ഫീമെയിൽ ഡോക്ടർ ആവാം, ഈക്വൽ ചാൻസ് ആണ്. അവൾക്ക് ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്നു, അവൾക്ക് ഒരു കുട്ടി ജനിച്ചു. അപ്പൊ അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. എൻ്റെ ഒരു ഫ്രണ്ട് അത് ബോയ് ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ആരാവാം ഗേൾ ഫ്രണ്ട് ആവാം. എനിക്ക് ഒരു ശത്രു എനിമി പേരാണ്. ഇറ്റ് ക്യാൻ ബി മെയിൽ ഓർ ഇറ്റ് ക്യാൻ ബി ഫീമെയിൽ. മെയിലോ ഫീമെയിലോ എന്ത് വേണമെങ്കിലും അതായിട്ട് മാറാം. അപ്പോൾ ഈക്വൽ ചാൻസുകളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഈക്വൽ ചാൻസുകളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് കോമൺ ജെൻഡർ. അപ്പൊ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാലായിട്ട് നൗണിനെ വിഭജിക്കാം: മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ ആൻഡ് കോമൺ. ഇത് പരീക്ഷയ്ക്ക് പറയാൻ വേണ്ടി പറഞ്ഞതൊന്നും കേട്ടോ, അടുത്ത് പറയാൻ പോകുന്നതാണ് പരീക്ഷയ്ക്ക് വരിക. യെസ്, ഓക്കെ, അത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ചാണ്. നൗണിനെ കുറിച്ച് നമ്മൾ പറയാം, നൗണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇനി അടുത്ത് പറയാൻ പോകുന്നത് റിഫ്ലക്സീവ് പ്രോനൗൺ. നമുക്കറിയാം റിഫ്ലക്ഷൻ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതിഫലിക്കുന്നത്. അവൻ തന്നെ, അവൾ തന്നെ, നിങ്ങൾ തന്നെ, അവര് തന്നെ, ഇത് തന്നെ എന്ന് പറയില്ലേ, ആ സംഗതിയാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഐ എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് മൈസെൽഫ്. യു എന്നുള്ളതിന്റെ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് യുവർ സെൽഫ് എന്നും പറയാം, യുവർ സെൽഫ്സ് എന്നും പറയാം, SELVES. വി എന്നുള്ളതിന്റെ അവർ സെൽഫ്. ഇ എന്നുള്ളതിന്റെ ഹിംസെൽഫ്. ഷീ എന്നുള്ളതിന്റെ ഹെർസെൽഫ്. ദേ എന്നുള്ളതിന്റെ ദംസെൽഫ്. നിങ്ങളൊരു ഹെഡിങ് ആയിരിക്കും റിഫ്ലക്സീവ് പ്രോനൗൺ. റിഫ്ലക്സീവ് പ്രോനൗൺ. ഐ എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മൈസെൽഫ്. ഐ എന്നുള്ളതിന്റെ മൈസെൽഫ്. ഓക്കെ, അടുത്ത് വി. വി എന്നുള്ളതിന് അവർ സെൽഫ്. OURSELVES, അവർ സെൽഫ്. യെസ്, യു എന്നുള്ളതിന് യുവർ സെൽഫ്. YOURSELVES. യെസ്, ഇനി അടുത്ത് ഹി, ആരോ മാർക്ക് ഇട്ടിട്ട് ഹിംസെൽഫ്. He himself. അടുത്ത she. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് herself. അടുത്തത് it, itself. അടുത്തത് THEY, they. Themselves, THEMSELVES. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കുക.
ഇത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓരോ വാക്കിന്റെയും റിഫ്ലക്സീവ് പ്രോനൗൺ ഏതാണെന്ന് അറിയും. സബ്ജക്റ്റിൽ ഓരോ നൗണിന്റെയും റിഫ്ലക്സീവ് പ്രോനൗൺ നമ്മൾ എഴുതി വെച്ചു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് റിഫ്ലക്സീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഇനിയുള്ള വാചകങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫിൽ ചെയ്യണം. ഓക്കെ, അതിനു മുമ്പ് ഞാനൊരു വാചകം പറയണം. ദീപ മനോജ്, ഞാനൊരു വാചകം പറയണം. ആ വാചകത്തിന്റെ അർത്ഥമല്ല, അത് എഴുതി കഴിഞ്ഞതിന് ശേഷം പറയാൻ എഴുതിക്കും. സെൻസ് വൺ should 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 love his wife. Yes, okay. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം, അല്ലെ? വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഞാൻ ദീപനോട് ചോദിക്കുന്നത്, ദീപനോട് എല്ലാവരും ചോദിക്കും, ഈ സെന്റൻസ് ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ എന്നാണോ സാറേ ചോദിച്ചത്? യെസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ചോദ്യം. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ഒരുവൻ അവന്റെ ഭാര്യയെ വൺ ഷുഡ് ലവ്. എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്താ ശരിയാന്ന് തോന്നുന്നില്ല. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ് ശരിയല്ല, പക്ഷെ എവിടെയാണ് ശരിയെന്ന് തോന്നുന്നില്ല, അല്ലെ? ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അനില ആലോചിച്ച് നോക്കട്ടെ. യെസ്, അനില വരുമെന്ന് വിചാരിക്കുക. വർഷ, ഞാൻ ആരും പേര് പറയുന്നില്ല, ഞാൻ വെറുതെ ഓരോരുത്തരുടെ പേര് വിളിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഈ സെന്റൻസ് തെറ്റാണ് എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ട്? ദീപക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ അഭിപ്രായം. യെസ്, അപ്പൊ ആർക്കും അതിന്റെ അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളത് കയറി തെറ്റാണെന്ന് പറഞ്ഞ് സാറിനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്നാണ് രാജലക്ഷ്മി അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. യെസ്, ഓക്കെ ശാലിനി. പക്ഷെ ഞാനത് പറയുന്നു, ഈ സെന്റൻസ് തെറ്റാണ്. ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്, കണ്ടുപിടിക്കുക. ഏത് വാക്കാണ് മിസ്റ്റേക്ക് ഉണ്ട്? എങ്ങനെ പറയണ്ട? അത് ഒരു വാക്കിനകത്ത് തെറ്റുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെന്റൻസ് ഒന്നുകൂടി പറയാം. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഷുഡിലാണ് തെറ്റുന്നത് അഞ്ചു പറയണത്. പിന്നെ രാജലക്ഷ്മി അവിടെ തെറ്റു പറയണത്? അല്ല സാറേ, അപ്പൊ ഷുഡ് വരുമ്പോ സ്നേഹിച്ചിരിക്കണം എന്നല്ലേ വരുന്നേ? അപ്പൊ ഷുഡിൽ തന്നെയാണ് തെറ്റ്. ഓക്കെ, ദീപ വണ്ണ് വന്നപ്പോ അവിടെ ഹിസ് അല്ലേ വന്നേക്കുന്നത്? ഹിസ് വരണമെങ്കിൽ ഹീ അല്ലേ വരണ്ടേന്ന് എനിക്കൊരു ഡൗട്ടാണ്. എന്തോ ഒരു മനസ്സിലായി. അടുത്തത് വേറെ ആർക്കെങ്കിലും? യെസ്, ദീപ കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യും. ഒന്ന് ദീപ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാം. അതായത് ഞാൻ മലയാളത്തിൽ അതിന്റെ അർത്ഥം പറയണം. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം എന്നല്ല പറയേണ്ടത്, ഒരുവന്റെ ഭാര്യയെ സ്നേഹിക്കണം. അതാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ വൺ ഷുഡ് ലവ് വൺസ് വൈഫ്, ഇതാണ് കറക്റ്റ്. ഇനി നേരത്തെ ദീപ പറഞ്ഞ പോലെ ഹിസ് അവിടെ വന്നമെങ്കിൽ ആ വൺ എന്നുള്ളതിന് പകരം അവിടെ ഹീ വെച്ചാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. കറക്റ്റായി. ഹീ ഷുഡ് ലവ് ഹിസ് വൈഫ്. യെസ്, ഓക്കെ. അപ്പൊ ദീപ മനോജാണ് ശരിയുടെ. അവിടെ വൺസ് ആണോ സാറേ? വൺസ് ആയിരുന്നു വരേണ്ടത് അല്ലേ?
അപ്പൊ എനിക്കൊരു ഡൗട്ട്, അതാണ് എനിക്ക് സംശയം വന്നത്. Yes. Okay. 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 ഇനി നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺ ഫിൽ ചെയ്യാം. എഴുതിക്കോ. I see dash in the mirror. I see dash in the mirror. I see dash in the mirror. Bracket use reflexive pronoun. Use. സാർ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാമോ? എനിക്കൊരു കോള് വന്നായിരുന്നു സാർ. No problem, Anju. I see dash in the mirror. Rajlakshmi, Shubha. Yes. Myself അല്ലേ sir? Okay. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ലിജി, ഷെൽട്ടൻ. I see, ഞാൻ കാണുന്നു. I ആണ് സബ്ജക്ട്. അതിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ്? myself. Okay, സുബിത. I see myself. ഞാൻ എന്നെ തന്നെ കാണുന്നു. ഇവിടെ in the mirror, കണ്ണാടിയിൽ. ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ myself ആണ്. രണ്ടാമത്തെ ചോദ്യം. Mr. Venu takes care of. Mr. Venu takes care of dash. Takes എന്താ സാറേ? takes Some care ആണോ? care. Mr. Venu takes care of dash. Himself ആണോ sir? Okay. Bracket reflexive pronoun question letter. Okay. Okay, Subida. മിസ്റ്റർ വേണു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മാസ്കുലിൻ ആണ്, ആണല്ലേ. അപ്പൊ അവിടെ ഹീ അതൊന്ന് സങ്കല്പിക്കാം. ഓക്കെ അല്ലില്ല. അപ്പൊ അവിടെ എന്ത് വരും? ഹിംസൺ. മിസ്റ്റർ വേണു എന്നുള്ളതിന് പകരം അവിടെ മിസ് വീണ എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഹെർസെൽഫ് വന്നേ. ഓക്കെ, ഓക്കെ. അടുത്തത് you have to suffer, SUFFER, suffer dash for your mistake, MISTAKES. You have to suffer dash for your mistake. Okay, let's sit down now. Shubha. Anila. yourself sir. Okay. yourself എന്നായിരിക്കാം. yourself എന്നായാലും രണ്ട് ശരിയാണ്. ഓക്കെ. യു എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം യുവർ സെൽഫ് എന്ന് പറഞ്ഞാലും യുവർ സെൽഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് she hurts, HURTS, hurts dash in life, LIFE, life. Okay, she hurts dash in life. Okay, Liji. Okay, Minnu. ഞാൻ ലിജി. യെസ്, ലിജി വന്നു. രാജലക്ഷ്മി. ഓക്കെ, കറക്റ്റ് ആണ്. ഷീ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും?
സെൽഫ് വരും. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം, അതിന്റെ റിഫ്ലക്ഷൻ പൂരിപ്പിക്കുക, അത്രയുള്ള സംഭവം. അപ്പൊ ഐ എന്നുള്ളതിന് മീ എന്നുള്ളതാണ്, ഷീ എന്നുള്ളതിന് ഹെയർ സെൽഫാണ്, ഐ എന്നുള്ളതിന് മൈസെൽഫാണ്, ഷീ എന്നുള്ളതിന് ഹെയർ സെൽഫാണ്, ഹി എന്നുള്ളതിന് ഹിംസെൽഫാണ്. ഓരോ റിഫ്ലക്ഷൻ പ്രോനൗണുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അനുയോജ്യമായ റിഫ്ലക്ഷൻ പ്രോനൗൺ ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്ന് മാത്രം. യെസ്. ഇനി അടുത്തതിന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു പ്രോനൗൺ ആണ്. അതിന്റെ പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. ഹെഡിങ് കൊടുക്കും, റിലേറ്റീവ് പ്രോനൗൺ. RELATIVE, റിലേറ്റീവ് പ്രോനൗൺ. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ശുഭ ഓക്കെ. ശുഭ മാരീഡ് ആണ്. യെസ്. അപ്പോ കാലത്ത് എഴുന്നേറ്റ് ഭർത്താവിനോട് പറയാനൊരു വാചകമുണ്ട്. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായി. ഇതാണ് സംഭവം. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന, അപ്പൊ യൂന്ന് പറയുമെങ്കിൽ നമുക്ക് താങ്കൾ എന്ന് വിചാരിച്ചോ. ഇന്നലെ താങ്കൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ഇന്നലെ എന്നുള്ളതിന് എസ്റ്റർഡേ, കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രോട്ട്, പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾസ്, മോശം എന്നുള്ളതിന് ബാഡ്. ഇന്നലെ താങ്കൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ശരിയായിരുന്നില്ല? മോശമായിരുന്നില്ല ഇന്നലെ കൊണ്ടുവന്നത്? യെസ്, പറഞ്ഞോളൂ. കറക്റ്റ് ആണെന്ന് പറയുന്നത്. യെസ്. ഇന്നലെ താങ്കൾ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. തെറ്റിക്കോട്ടെ ശുഭ, പറഞ്ഞോ. ശുഭക്ക് അനുയോജ്യമായി പറഞ്ഞു. നമ്മ പഠിക്കല്ലേ, പിന്നെ പഠിക്കുന്നത്. നമ്മൾ ആകെ 13 പേരുണ്ട്. Yesterday, സ്റ്റാർട്ടിംഗ് ടേബിൾ yesterday you bought the vegetables. Is very bad. ഈസ് വെരി ബാഡ്. ഓക്കെ. യെസ്. ശുഭ പറഞ്ഞു, പരത്തി പറഞ്ഞു, ചുരുക്കി പറഞ്ഞില്ല, പരത്തി പറഞ്ഞു. ഓക്കെ. അവിടെ നിൽക്കട്ടെ. ഓക്കെ. മിന്നു സുരേഷ്. മിന്നുവിന്റെ ഭർത്താവാണ് പച്ചക്കറി മോശം കൊണ്ടുവന്നത്. പിറ്റേ ദിവസം പറയുമ്പോ എങ്ങനെ? Yesterday, yesterday you bought vegetables is very bad. അത് അപ്പൊ ശുഭ പറഞ്ഞതിനെ പോലെ യെസ്റ്റർഡേ യു ബോട്ട് ദ വെജിറ്റബിൾസ് ഈസ് വെരി ബാഡ്. വെജിറ്റബിൾസ് ആയതുകൊണ്ട് നമുക്ക് പ്ലൂറലാക്കാം, ആർ വെരി ബാഡ്. ഓക്കെ. ഇനി ഞാൻ രണ്ടുപേരെയും ചോദിച്ചു. ഇനി ആർക്കും പറയട്ടെ. വർഷ. ഞാൻ പറയുന്നു. ഓക്കെ. വർഷ, ഒരു ചെറിയ സംഗതി എൻ്റെ പോലെ 99% ശരിയാണ്. The vegetable that you bring yesterday is very bad. Okay. Yes. Okay. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും? ശരി. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ഞാൻ ചോദിക്കുന്നത് വർഷയോടാണ്. ഇന്നലെ ഇവിടെ വന്ന് SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകും. വർഷ, SSLCക്ക് ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകും. ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാകും. എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല എന്തെന്ന് തുടങ്ങണമെന്ന്. This is the boy. Oh, this is the boy.
This is the boy who achieve എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ good. Achieve good mark Full A plus. in SSLC examination. Okay. Very good, very good, very good. Okay, വർഷം കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇവിടെ ഞാൻ കറക്റ്റ് ഒന്ന് മലയാളവൽക്കരിക്കുകയല്ല. ആദ്യം പറഞ്ഞ നമ്മൾ നേരത്തെ പച്ചക്കറിയിൽ കുറച്ച് പേർക്ക് തെറ്റ് വന്നതുകൊണ്ട് അവിടെ നിന്ന് മലയാളവൽക്കരിക്കുകയാണ്. ഓക്കെ, ചില വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ ഒന്നല്ല ഒന്നിലധികം അർത്ഥമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ആരോടാ ചോദിക്കാൻ? ശാലിനി, ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെല്ലുവിളിക്കണം വീട്ടിലുള്ളവരെ. ബാക്കിയുള്ളവർ പഠിപ്പിച്ചിട്ട് അവർ പഠിച്ചില്ലല്ലോ. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. എന്ത് പറയും ഇംഗ്ലീഷ്? I passed because of what I studied. Okay. I passed because I studied. ഞാൻ പാസ്സായി കാരണം ഞാൻ പഠിച്ചു. ഓക്കെ, സുബിത പറഞ്ഞോളൂ. സുബിത ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി. പാസ്സായി എന്നുള്ള പറയാൻ വേണമെങ്കിൽ ജോലി കിട്ടിയതായാലും കുഴപ്പമില്ല. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി. യെസ്, അനില പറയും. യെസ്, ദീപ. സാറേ, ഞാൻ പഠിച്ചത് കൊണ്ട് I passed because I studied. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ പരത്തി പറഞ്ഞു. ഓക്കെ, ഞാൻ പഠിച്ചത് കൊണ്ട്, ഞാൻ എന്നുള്ളത് അറിയാം, പഠിക്കാന്നുള്ളത് അറിയാം. പഠിച്ചു കഴിയുമ്പോൾ പാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഒരു വേർഡ് വന്നിട്ടുണ്ട്, കൊണ്ട്. അതിന് ഉപയോഗിക്കുന്ന വേർഡ് ആസ് ആണ്. അപ്പൊ നമ്മളെന്ത് പറയാം? ആസ് ഐ സ്റ്റഡീഡ്. ഞാൻ പഠിച്ചത് കൊണ്ട് ഐ പാസ്. അല്ലെങ്കിൽ ആസ് ഐ സ്റ്റഡീഡ് ഐ ഗോട്ട് എ ജോബ്. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ആസ് യു കോൾഡ്, നീ വിളിച്ചത് കൊണ്ട് ഐ കെയിം ഹിയർ, ഞാൻ ഇവിടെ വന്നു. ആസ് യു ഇൻവൈറ്റഡ് ഐ അറ്റൻഡഡ് എ പാർട്ടി, നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ പങ്കെടുത്തു. ആ കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ആസ് എന്ന് പറയുന്നത്. ഇനി ഇതേ ആസിന് വേറെ രീതിയിൽ ഉപയോഗിക്കും. അവൾ പറഞ്ഞതുപോലെ നീ ചെയ്യുക. ഡു ആസ് ഷീ സെഡ്. അവൾ പറഞ്ഞതുപോലെ. അവിടുത്തെ ആസിന്റെ അർത്ഥം പോലെ എന്നാണ്. അത് നമ്മളിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആസ് യു ലൈക്ക് ഇറ്റ്, നിന്റെ ഇഷ്ടം പോലെ ആകും. അല്ല, ആസ് യു ലൈക്ക് ഇറ്റ്. അവിടെ കൊണ്ടെന്നല്ല, പോലെ. അപ്പൊ ആസ് എന്ന് പറഞ്ഞ വേർഡിന് കൊണ്ട് എന്നർത്ഥം പറയാം, പോലെ എന്നർത്ഥം പറയാം. ഇനി സാറേ, ബിക്കോസ് പറഞ്ഞില്ലേ, ഐ പാസ്ഡ് ബിക്കോസ് ഐ സ്റ്റഡീഡ് എന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ഐ പാസ്ഡ് ആസ് പറഞ്ഞാൽ ശരിയാണോ? ഐ പാസ്ഡ് ആസ് ഐ സ്റ്റഡീഡ്. ആദ്യം ആസ് വരുന്നത് അല്ലേ? ഓക്കെ. ഐ പാസ്ഡ് ആസ് ഐ സ്റ്റഡീസ്. കറക്റ്റ്. മലയാളത്തിൽ പറയുമ്പോൾ പഠിച്ചത് കൊണ്ട്, ആ കൊണ്ട് എന്നുള്ളതിന്റെ വീട് ആദ്യം പറയും, ഇംഗ്ലീഷിൽ എഴുതും. ഓക്കെ, സ്റ്റഡി. ഇനി വേറൊരു കാര്യമോട് ഞാൻ പറയും. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറായിട്ട് തല്ലി പിടിക്കുകയാണ്. തല്ലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അവരോട് പറയണം, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ലോ മോഷനിലേക്ക് വരികയാണ്. അത് പറയട്ടെ. ഡോക്ടർ എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു, ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. അപ്പൊ അവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? എന്ന നിലക്ക് എന്നാണ്. ഒരു വേർഡാണ് ആസ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ വാക്കുകൾ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു അർത്ഥം മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാൻ പറ്റില്ല. ആസ് ഐ സ്റ്റഡീഡ് ഐ ഗോട്ട് എ ജോബ്. ഡു ആസ് യു ലൈക്ക്, പോലെ. ആസ് എ ടീച്ചർ യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഒരു അധ്യാപകൻ എന്ന നിലക്ക് നിങ്ങൾ വളരെ വിജയിച്ച വ്യക്തിയാണ്. ആസ് എ ഡോക്ടർ യു ആർ എ ഫെയിലിയർ. ആസ് എ ഫ്രണ്ട് ഐ റെസ്പെക്ട് യു. ഒരു
സുഹൃത്ത് എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ആസ് മൈ ഫാദർ ഐ റെസ്പെക്ട് യു. എന്റെ അച്ഛൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷെ ഈ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. യെസ് അല്ല, അവിടെ നമ്മൾ പറയുന്നത് ആസ്. ഓക്കെ, ഞാനിത് പറഞ്ഞത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് വിച്ച് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഏത് നമുക്കറിയാം. ഏത്? വിച്ച്. വിച്ച് ഈസ് ദാറ്റ്? വിച്ച് ഈസ് ദ ബെസ്റ്റ് സാരി? വിച്ച് ഏത്? ഈ ഏത് എന്ന് പറയുന്നത് കൂടാതെ തന്നെ ആയ എന്നുള്ള അർത്ഥത്തിൽ, ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ടീച്ചറായിട്ട് പോകുമ്പോൾ നേഴ്സറിയിൽ വരുന്ന ആയല്ല, ആയ എടുക്കുന്നതായ, പഠിച്ചതായ, ചിന്തിച്ചതായ, പറഞ്ഞതായ പറയില്ലേ, ആ ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് വിച്ച് തന്നെയാണ്. അപ്പൊ നേരത്തെ ഞാൻ മിന്നുവിനോട് ശുഭനോട് ചോദിച്ചില്ലേ, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമാകുന്നു. അതിന്റെ ഇംഗ്ലീഷ് എന്ത് വരും? ദ വെജിറ്റബിൾസ്, പച്ചക്കറികൾ നിങ്ങൾ കൊണ്ടുവന്നതായ, വിച്ച് യു ബ്രോട്ട്. കറക്റ്റ് ആണ്. ദ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട്. അവിടുത്തെ വിച്ചിന്റെ അർത്ഥം ഏതെന്നല്ല, കൊണ്ടുവന്നതായ. വിച്ച് യു ബ്രോട്ട് ആർ ബാഡ്, അത് മോശം. അത് കറക്റ്റ്. ദ വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട് yesterday are bad. ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറി. അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് അവിടെ ഏതാണ്? വിച്ചാണ്. ഇനി ഞാനിവിടെ നമ്മുടെ വർഷനോട് ചോദിച്ചപ്പോ വർഷ പറഞ്ഞു ഫുൾ A+ കിട്ടിയതായ കുട്ടി ഇവനാന്ന് പറഞ്ഞു. അവിടെ പക്ഷെ വർഷ വിച്ച് ചേർത്തില്ല. ചേർത്തില്ലെങ്കിലും ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. കാരണം ജീവനുള്ള, നമുക്കറിയാം ഹൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ആരെന്ന്. ഹൂ ആർ യു? ഹു ഈസ് ദാറ്റ്? ഹു ഈസ് ദാറ്റ് പേഴ്സൺ? ഈ വിച്ച് ആയാന്ന് ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ ആയാന്നുള്ള അർത്ഥത്തിൽ ഹൂ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഹൂ ഉപയോഗിക്കണം, വിച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ഹൂ എന്ന് പറയണം, ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ വിച്ച് പറയണം. ഓക്കെ, ഓക്കെ. ഫുൾ A+ കിട്ടിയതായ കുട്ടി, കുട്ടിക്ക് ജീവനുണ്ടല്ലോ. അതുകൊണ്ടാണ് വർഷം പറഞ്ഞത് ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട്. ഇതാണ് ആ കുട്ടി കിട്ടിയതായ എന്ത്? ഫുൾ A+ ഇൻ SSLC എക്സാമിനേഷൻ. അപ്പൊ വിച്ച് എന്ന് പറയുന്ന വേർഡും ഹൂ എന്ന് പറയുന്ന വേർഡും രണ്ട് സെന്റൻസുകൾ യോജിപ്പിക്കാനായിട്ട് വാക്കായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ വിച്ച് എന്നുള്ളതിന് ഏത് എന്നും ഹൂ എന്നുള്ളതിന് ആര് എന്നുള്ള അർത്ഥം കൂടാതെ രണ്ട് സെൻസ് യോജിപ്പിക്കും. ഈ വാക്കുകളെ പറയുന്ന പേരാണ് റിലേറ്റീവ് ക്ലോസ്. രണ്ടിടത്ത് നമ്മൾ യോജിപ്പിക്കുന്നു. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ദീപ പറഞ്ഞ പോലെ പറയാം, രണ്ട് സെന്റൻസ് ആക്കി പറയാം. അതായത് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചു, ഒരു സെന്റൻസ്. സോ അതുകൊണ്ട് ഐ ഗോട്ട് എ ജോബ്, എനിക്ക് ജോലി കിട്ടി. അപ്പൊ രണ്ട് സെന്റൻസ് ആയി. ഇത് നമ്മൾ രണ്ട് സെന്റൻസ് അല്ല, ഒരു സെന്റൻസ് ആണ് പറയുന്നത്. ഒറ്റ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. യെസ്, അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ അവിടെ പറയുന്നത് നന്നായി പഠിച്ചത് കൊണ്ട് ജോലി കിട്ടി. അപ്പൊ ഒറ്റ സെന്റൻസ് ആയി. യെസ്. അപ്പൊ വിച്ചിന്റെ ഹൂവിന്റെ അർത്ഥം പിടികിട്ടിയല്ലോ. യെസ്. ഇതേപോലെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. യെസ്, നമുക്ക് വേറെ പറയാം. ഇന്നലെ ഇവിടെ വന്ന മനുഷ്യന് ഇതാകും. ഇന്നൊരാളെ കണ്ടപ്പോൾ നമ്മൾ പറയുന്നത് ഇന്നലെ ഇവിടെ വന്നില്ല, ഇയാളാണ് വന്നത്. ദിസ് ഈസ് ദ മാൻ. ഷെമീന, ഷെമീന എവിടെ? ഓക്കെ ഷെമീന. ദിസ് ഈസ് ദ മാൻ കഴിഞ്ഞിട്ട് വിച്ച് വരും, ഹൂ വരും? വിച്ചല്ലേ വരുള്ളൂ. വിച്ച്. വള്ളവും ദേ കിടക്കുന്നു. ഷെമീന, ദിസ് ഈസ് ദ മാൻ തന്നെ പറഞ്ഞു. ഇതാണ് ആ മനുഷ്യൻ. മനുഷ്യന് ജീവനില്ലേ? ജീവനുള്ളതിനെ കൂടി ഹൂവല്ല പറഞ്ഞു. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല സാർ, അതാണ് ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല ഫസ്റ്റ് വേർഡ്. അപ്പൊ തന്നെ സാറ് വിളിച്ചു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയാം. വിച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഷെമീന എന്ത് പറയും? വിച്ച് എന്ന് പറയും എന്ന് പറയാം. അപ്പൊ ഷെമീന നല്ല ഉറപ്പുണ്ടെങ്കിൽ സാറേ വിച്ചല്ല അവിടെ ഹൂ കണ്ട ഇത് പറയണം. ഞാൻ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിച്ചല്ലേ എന്ന് ചോദിച്ചത്. ഓക്കെ,
മറ്റുള്ളവരെ പിടികിട്ടില്ല. അപ്പൊ ദിസ് ഈസ് ദ മാൻ ഹൂ കെയിം യെസ്റ്റർഡേ, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്നതായ മനുഷ്യൻ, അത് ഈ മനുഷ്യനാണ്. ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് എ ഫുൾ A+. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഈ വാക്കുകളെ നമ്മൾ ഇത് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. സർ പറഞ്ഞോളൂ. സാർ ഇപ്പൊ നമ്മള് നോർമൽ ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്, വാട്ട്, വിച്ച്, ഹൂ, വെൻ, അതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്. എന്നിട്ട് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ എന്തിനാ അപ്പൊ വിച്ച്, ഹൂ, വൈ ഒക്കെ യൂസ് ചെയ്യുന്നത്? എവിടെ? നമ്മളിപ്പോ പറയുന്നത് ഇയാളാണ് ആ വ്യക്തി എന്ന് പറയുമ്പോ നമുക്ക് അറിയാം ആ വ്യക്തിയാണെന്ന്. അപ്പൊ നമുക്ക് ഓക്കെ, ഒറ്റ സിമ്പിൾ ആയിട്ട് പറയാൻ പോരെ. അപ്പൊ നമ്മൾ ഹൂ ഈസ് അങ്ങനെ ഇടയണോ? അല്ല, അപ്പൊ ഒരു ഞാനിതേ പറയാം, ഒരു മിനിറ്റ്, ഞാൻ വിശദീകരിച്ച് പറയാം. വർഷ പറഞ്ഞ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉണ്ടാകും. ഇവിടെ വരുമ്പോ എവിടെയാണ്? നടുക്കാണ് വന്നത്. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഞാനിവിടെ ആയ എന്ന് പറഞ്ഞത് പെട്ടെന്നൊന്നും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. കറക്റ്റ് പറയുമ്പോ എങ്ങനെ പറയാതെ കൺഫ്യൂഷൻ ആവണ്ട. ദിസ് ഈസ് ദ മാൻ ഹൂ ഗോട്ട് ഫുൾ A+. This is the boy who got full A+. ആർക്കാണോ ഫുൾ A+ കിട്ടിയത് ഓക്കെ, ആ കുട്ടി ഇതാണ്. ഓക്കെ സർ. അപ്പൊ കറക്റ്റായില്ലേ? ശരി. ഹൂ, ആർക്കാണോ കിട്ടിയത് ആ കുട്ടി ഇതാണ്. അപ്പൊ ഞാനത് കൺഫ്യൂഷൻ വേണ്ടി കിട്ടിയതായതാ എന്ന് പറഞ്ഞെന്ന് മാത്രമേ. സംശയങ്ങൾ പോലത്തെ എനിക്ക് എപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് പറയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ അങ്ങനെ ഉണരും. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി നേരത്തെ പച്ചക്കറി പറഞ്ഞില്ല, അതും പറയാം. എന്ത് പച്ചക്കറിയാ, ഏത് പച്ചക്കറിയാണോ നിങ്ങൾ കൊണ്ടുവന്നത് ആ പച്ചക്കറി മോശം. ഏത് പച്ചക്കറിയാണോ ഇന്നലെ കൊണ്ടുവന്നത് ആ പച്ചക്കറി മോശമായിരുന്നു. അങ്ങനെയും നമുക്ക് അതിന്റെ അർത്ഥം പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ഈ ഒരു കാര്യം ആദ്യമായിട്ട് കേട്ടത്ര പേരുണ്ട്. ഈ വിച്ചും ഹൂവും ഉപയോഗിക്കുന്നത് ജീവനുള്ളതിന്റെ കൂടെയും ജീവനില്ലാത്തതിന്റെ കൂടെയും ആണ് കണ്ടത്. അതുകൊണ്ടാണ് വർഷം ഞാൻ എന്ത് പറഞ്ഞത്, ആരാണോ എന്നൊക്കെ പോവാതെ പറഞ്ഞത്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ജീവനുള്ളതിന്റെ കൂടെ പൂവെന്ന് വരുന്നു, ജീവനില്ലാത്തതിന്റെ കൂടെ വിച്ചു. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് റിലേറ്റീവ് പ്രോനൗൺസ് നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതുന്നു റിലേറ്റീവ് പ്രോനൗൺ. റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബന്ധപ്പെടുത്തുക, കണക്ട് ചെയ്യാന്ന് പറയാം. സാറേ ഒരു സംശയം, അത് ഇറ്റ് ഉപയോഗിച്ചൂടെ? അപ്പോ ഇറ്റ് ഉപയോഗിച്ചൂടെ? IT, ഇറ്റ് ഈസ് വെരി ബാഡ് എന്ന് അങ്ങനെ പറ്റും? അപ്പൊ രണ്ട് സെന്റൻസ് ആവും. പറഞ്ഞ മിന്നു പറഞ്ഞത് യെസ്റ്റർഡേ യു ബോട്ട് വെജിറ്റബിൾസ്, ഇറ്റ് ഈസ് വെരി ബാഡ്. അപ്പൊ യെസ്റ്റർഡേ യു ബോട്ട് വെജിറ്റബിൾസ് ആണ് ഫുൾ സ്റ്റോപ്പ് ആയി. ഓക്കെ ഓക്കെ, ഓ സോറി. മാംഗോസ് ആയില്ലേ? ഓ, പിന്നെ അടുത്ത വീണ്ടും രണ്ടാമത്തെ നമ്മൾ ഒറ്റ സെന്റൻസ് ആക്കിയത്. ഓക്കെ. ഓക്കെ, ഞാൻ വേറെ സെന്റൻസ് ഓർത്താണ് പറയിപ്പിക്കാനായിട്ട്. ഓക്കെ, മിന്നുനോട് ചോദ്യം കേട്ടാ. യു വിൽ പാസ്. ഓക്കെ, ഒരു സെന്റൻസ്, യു വിൽ പാസ്. രണ്ടാമത്തെ സെന്റൻസ് ആണ് ദാറ്റ് ഈസ് സർട്ടൻ. ദാറ്റ് ഈസ് സർട്ടൻ, CERTAN, സർട്ടൻ. ദാറ്റോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. യു വിൽ പാസ് ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് ആണ് ദാറ്റ് ഈസ് സർട്ടൻ, CERTAN, സർട്ടൻ. അപ്പൊ നിങ്ങൾ പാസ്സാവും, അത് ഉറപ്പാണ്. ചോദ്യം ഇതാണ്, ഈ രണ്ട് സെന്റൻസിന്റെയും കൂടി ഒന്നാക്കി പറയാം, ഒറ്റ സെന്റൻസിലേക്ക് പറയാം. യു വിൽ പാസ് ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് നീ പാസ്സാവും, അത് ഉറപ്പാണ്. അത്
അതെങ്ങനെയാവും? അതിപ്പം ഇതുവരെ അറിയാവുന്ന പോലെ തെറ്റിക്കോ, തെറ്റിക്കോട്ടെ പിന്നെ നോട്ട് പറയും. യു വിൽ പാസ് ആ ഹു ഈസ് അതാ ഇനി അതിനകത്ത് വർക്കൗട്ട് പോയിട്ടുണ്ട്. പറഞ്ഞോളൂ. യു വിൽ പാസ് ഹു ഈസ് സർട്ടൻ. തെറ്റല്ലേ? പാസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഇത് അത് വിട്ടേക്കാണ്. പറഞ്ഞോളൂ, ആർക്കെങ്കിലും പറയട്ടെ. സെന്റൻസ് ഇതാണ്. യു ഇപ്പൊ മിന്നോടെ സംശയം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടാണ്. യു വിൽ പാസ് ഒരു സെന്റൻസ്. രണ്ടാമത്തത് ദാറ്റ് ഈസ് സർട്ടൻ, അത് ഉറപ്പാണ്. ദാറ്റ് ഈസ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേണ്ട വേണ്ട, അത് നമുക്ക് വേറെ. സർട്ടൻലി നിശ്ചയമായിട്ടും ആ സർട്ടൺ എന്നുള്ളത് നമുക്ക് സർട്ടൻലി നടക്കും. അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് ഇതാക്കാം, ഒറ്റ സെന്റൻസ് ആക്കാം. നീ പാസ്സാവും, അത് ഉറപ്പാണ് എന്നുള്ളൊരു പകരം ഉറപ്പായിട്ടും നീ പാസ്സാവും. സെന്റൻസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ സാറ് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി വിച്ചോ ഹുവോ ചേർത്തിട്ട് പറയാനാവോ. ഞാനത് ചില നമുക്ക് വാചകങ്ങള് ഒന്നുകൂടെ ഒന്ന് പറയാമോ സെന്റൻസ് കറക്റ്റ് ആയിട്ട്? സർട്ടൻലി ഇവിടെ നമ്മുടെ ശുഭ എഴുതിയ ശുഭ കേട്ടാ. സർട്ടൻലി CERTAINLY സർട്ടൻലി യു വിൽ പാസ്, നിശ്ചയമായിട്ട് നീ പാസ്സാവും. ഓക്കെ, അത് ഞാൻ പൂജ്യമായിട്ട് മിന്നു സംശയം ചോദിച്ചിട്ടുണ്ട്, അതുപോലത്തെ വാചകം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ലെറ്റ് us come to റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹെഡിങ് എഴുതി എന്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്ന റിലേറ്റീവ് പ്രോനൗൺ എഴുതിക്കോ. ഹു കോമ ഹു കോമ ഹു WHOEC ഹൂസ് കോമ ഹും WHON ഹും കോമ which കോമ that 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 comma when 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 comma where WHERE where. Okay, yes, okay. അപ്പൊ ഞാൻ അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ. രാജ്യലക്ഷ്മി യെസ്. ഞാനാണ് ഷെമീന. വേണ്ട വേണ്ട, ഷിജിനെ വിളിക്കുക. ലിജി ഷെൽട്ടർ. ഓക്കെ, ദാറ്റ് ഒരു പേരിന്റെ അർത്ഥം എന്താണ്? എന്തുവാ? ഡാറ്റ സാർ എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണ്. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കണില്ല, ഇത്തിരി നല്ലതുപോലെ കേൾക്കണില്ല, അതാണ്. ഓക്കെ 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 ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അഞ്ജു രാകേഷ്. കാറ്റ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? കാറ്റാണോ ചോദിച്ചേ? അത് ഇത് അല്ലേ? ഇത് ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. എന്താ പറയാ, ദാറ്റാണ് ഉദ്ദേശിച്ചത്. കാറ്റായിട്ട് അഞ്ചു കൊടുത്താണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നതേ. ഞാൻ 1ാം ക്ലാസ്സിൽ ഞാൻ ചേർന്ന് എന്നെ കൊണ്ടുപോയി എന്റെ അമ്മ എന്നെ കൂടെ നിർത്തിയത് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഏതാണ് വന്നെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നോ പ്രോബ്ലം തമാശയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നോട്ടാ, ഞാൻ ഉച്ചക്ക് വരാം. ഓക്കെ, അവിടെ ഇരുന്നു. അപ്പൊ പോണ സമയത്ത് ചെവിയിലൊരു കാര്യം പേടിച്ചിരിക്കാനല്ല, ഫസ്റ്റ് ഡേ ആണല്ലോ. എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിയുമ്പോ സാറ് വരും എന്ന് പറഞ്ഞു. ഈ സാറ് എന്നുള്ളത് ഞാൻ കേട്ടത് കാറ് എന്നാണ്. ഞാൻ ഉച്ച വരെ ആ കാറ് ഏതിലോ വരുമെന്ന് നോക്കി അവിടെ ഇരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ ആ സ്കൂളിന്റെ 50ാമത് വാർഷികം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഓരോരുത്തരും പഴയകാല ഓർമ്മകൾ ഇങ്ങനെ ആ സ്കൂളിനെ കുറിച്ച് അയവിറക്കിയപ്പോൾ ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ
ഏതിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും കാറ് വരുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഈ ജനലിന്റെ ഇടയിൽ കൂടി വരും. എനിക്ക് ഇങ്ങനെ നോക്കിയിരുന്നത് ആ ഒരു 5 വയസ്സുകാരന്റെ ജിജ്ഞാസ ഞാൻ ഓർക്കുന്നുണ്ട്. യെസ്, തുടർന്നിട്ടുണ്ട്. അപ്പൊ 5 പറഞ്ഞു ദാറ്റ് എന്ന് പറയുന്ന വേർഡിനെ അത് നടത്തുള്ളൂ. അപ്പൊ 5 ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അവനോട് പറഞ്ഞു. I told him that I take it. ഓക്കെ അവിടെ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവനോട് പറഞ്ഞെന്ന് അല്ലേ? എന്ന് എന്താ പറഞ്ഞെന്ന് നമ്മൾ നേരത്തെ ആയാന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ എന്ന് പറയുന്ന അർത്ഥത്തിലും എന്ത് ഉപയോഗിക്കും? ദാറ്റ് ഉപയോഗിക്കും. ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു. ദാറ്റ് ഐ ഹാഡ് ടേക്കൻ ഇറ്റ്, ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ഞാൻ പറയാം. എടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ആ എന്നുള്ള അർത്ഥത്തിൽ എന്താ ഉപയോഗിക്കണേ? ദാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദാറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് മൈൻ, അതിന്റെയാണ്, അത് നല്ലതാണെന്നൊക്കെ പറയും. അവിടെ അതെന്നുള്ള അർത്ഥത്തിലാണ്. എന്നുള്ള അർത്ഥത്തിലും എന്ത് ഉപയോഗിക്കും? ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വിച്ച് പറഞ്ഞു, ഹൂ പറഞ്ഞു. ഇപ്പൊ ഒന്ന് ജീവനുള്ളതിന്റെ കൂടെയും അടുത്ത ജീവൻ ഇല്ലാത്തതിന്റെ കൂടെ എന്ന് പറഞ്ഞു. ഈ ദാറ്റ് എന്ന് പറയുന്ന വേർഡ് സാധാരണ ഇതിൽ രണ്ടിന്റെ കൂടെയും വരും. ജീവനുള്ളതിന്റെ കൂടെയും വരും, ജീവൻ ഇല്ലാത്തതിന്റെ കൂടെയൊക്കെ, രണ്ടിലും കൂടെയും ദാറ്റ് വരും കേട്ടോ. പിന്നെ പലപ്പോഴും ഈ വിച്ചും ദാറ്റൊക്കെ ഏതാണ്ട് ഒരേ സ്ഥലത്ത് സൂട്ടാവുന്ന സംഗതിയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ല പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരെണ്ണം ഒഴിവാക്കിയിട്ടായിരിക്കും 3 മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ശരി എന്നുള്ള കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഹൂ പറഞ്ഞു, ആര്, ഹൂസ് ആരുടെ, ഹും ആരെ, വിച്ച് ഏത്, ദാറ്റ് എന്ന് അല്ലെങ്കിൽ അത്, പിന്നെ വെൻ എപ്പോൾ, വെയർ എവിടെ. ഓക്കെ, ഇനി ഒരു സെന്റൻസ് വരും. The book dash I borrowed, borrowed, borrowed is very interesting. Yes, the book dash I borrowed is very interesting. പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ 3 ആൻസർ ഉണ്ടാവും. 3 റിലേറ്റീവ് പ്രോനൗൺ കൊടുക്കും. അതിൽ നിന്ന് പറഞ്ഞ് കൊടുത്താൽ എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാതെ മാത്രമേ പറയുന്നുള്ളൂ. ബ്രാക്കറ്റ് എഴുതിക്കോ, യൂസ് റിലേറ്റീവ് പ്രോനൗൺ, യൂസ് റിലേറ്റീവ് പ്രോനൗൺ. യെസ്, അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ഏതാണ് സൂട്ട് ആവണെന്ന് വെച്ചാൽ നിങ്ങൾ അതോടെ ഉപയോഗിക്കാം. ഇതിന്റെ ആരുടെ ശരിയാണെന്ന് തെറ്റാണെന്ന് പറയണില്ല. കാരണം അടുത്ത ആൾ ചിലപ്പോൾ അങ്ങോട്ട് എന്നാ പിന്നെ ആ ട്രാക്കിലൂടെ പോകും. ഞാൻ പറയാം, എല്ലാവരും എഴുതിക്കോ, കുഴപ്പമില്ല. 2 പേരുടെ ആൻസർ ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇത് 2 രീതിയിൽ ശരിയാക്കാം, 2 രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ദ ബുക്ക്, ആ ബുക്ക്. ഐ ബോറോഡ്, ഞാൻ കടം വാങ്ങിയതായ. യെസ്, കടം വാങ്ങിയത്. അപ്പൊ വിച്ച് ഐ ബോറോഡ് അല്ല, കടം വാങ്ങി. ബുക്കല്ലേ, ബുക്കിന് ജീവനില്ലല്ലോ. വിച്ച് ഐ ബോറോഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് തന്നെ ദാറ്റ് വെച്ച് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ദ ബുക്ക് ദാറ്റ് ഐ ബോറോഡ്, ഞാൻ കടം വാങ്ങിയ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ദാറ്റ് വന്നാലും വിച്ച് വന്നാലും കറക്റ്റ് ആണ്.
അടുത്തത് the man. The man dash we met this morning. Dash we met this morning. Is a pilot. സാറേ he ആണ് the man dash The man dash we met 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 this morning is a pilot. Okay, ചോദ്യം കഴിഞ്ഞു. ബ്രാക്കറ്റ് യൂസ് റിഫ്ലക്സീവ് പ്രോനൗൺ. this morning is pilot. ഓ, ശാലിനിയും എടുക്കാനുള്ള 2 ഇട്ടൊക്കെയാണ്. വെരി ഗുഡ്. കൺഫ്യൂഷൻ തോന്നിയല്ലേ? കഴിഞ്ഞോ? യെസ്. അപ്പൊ നോക്കിയേ, ആൻസറിലോട്ട് വരാം. ഇതിന്റെ അകത്ത് 2 പേരുടെ ശരിയായി, ബാക്കിയുള്ള തെറ്റിപ്പോയി. നിങ്ങൾ നോക്കി അർത്ഥം കൂടി നോക്കിയിട്ട് വേണം പറയാനായിട്ട്. നോക്ക്. The man, ഈ മനുഷ്യൻ, ഡാഷ് we met this morning, ആരെയാണോ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ആ മനുഷ്യൻ. ആരെയാണോ ഇന്ന് രാവിലെ കണ്ടത്, ആരെ എന്ന് പറയുമ്പോൾ ഏതാണ് ഉപയോഗിക്കുന്ന വേർഡ്? whom ആണ്. whom we met this morning is a pilot. അദ്ദേഹം ആരാണ്? ഒരു പൈലറ്റ് ആണ്. അവിടെ who വരും. എങ്ങനെ വരും എന്ന് അറിയാമോ? we met എന്നുള്ളത് we അവിടെ ഇല്ലാതെ വിചാരിക്കും. the man we met, the man dash met this morning എന്നുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ who വരും. the man who met this morning. അവിടെ വി വന്നതുകൊണ്ട് ആരെയാണോ കണ്ടത് അയാൾ. ആരെ, മറ്റേത് ആര്. the man whom we met this morning is a pilot. അപ്പൊ ഇവിടെ ശാലിനി സംശയത്തിന്റെ പേരിൽ ഒരു ഹുമ്മ കൂടി ചേർത്തു, ദീപ ഹുമ്മ മാത്രം ചേർത്തു. യെസ്. അടുത്തത് the boy dash is my student got first rank. The boy dash is my student got first rank. Yes. Bracket use reflexive pronoun. രാജലക്ഷ്മിയുടെ ഉത്തരം കണ്ടു. ലിജിത ആൻസർ കണ്ടു. സാറേ ക്വസ്റ്റ്യൻ the boy dash is my student got was ആണോ? got first rank. got first rank. First rank. Yes.
ഓക്കെ ഓക്കെ, സുബിയുടെ ആൻസർ കണ്ടു, ഷെൽട്ടന്റെ കണ്ടു, വർഷയുടെ കണ്ടു. യെസ്. ശാലിനി കൺഫ്യൂഷൻ ആണ് അല്ലെ? കൺഫ്യൂഷൻ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്, കൺഫ്യൂഷൻ വരട്ടെ. യെസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഹൂ ആണ്. ഓക്കെ, ഞാൻ പറയാം. ദ ബോയ്, ആ കുട്ടി, എന്റെ വിദ്യാർത്ഥിയായ കുട്ടി. ഹൂ ഈസ് മൈ സ്റ്റുഡന്റ്, എന്റെ വിദ്യാർത്ഥിയായ കുട്ടിക്ക് ഗോട്ട് ഫസ്റ്റ് റാങ്ക്. ഫസ്റ്റ് റാങ്ക് കിട്ടി. ദ ബോയ് ഹൂ ഈസ് മൈ സ്റ്റുഡന്റ്, ആരാണോ എന്റെ വിദ്യാർത്ഥി ആ കുട്ടി ഗോട്ട് ഫസ്റ്റ് റാങ്ക്. ഇനി കുറച്ച് പേര് അത് ദാറ്റ് ഉപയോഗിച്ചിരുന്നു. ദാറ്റ് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്. എങ്ങനെ വരുത്തുന്നതെന്ന് അറിയാമോ? ദാറ്റ് ഉപയോഗിച്ചവരോട് ഞാൻ പറയുന്നത്. The boy that got first rank is my student. അപ്പൊ കറക്റ്റ്. The boy that got first rank is my student. അപ്പൊ കറക്റ്റ് ദാറ്റ് വരുവാണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് അതാണ് കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ, റിഫ്ലക്സീവ് പ്രോനൗൺ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് യെസ്. നിങ്ങളപ്പോ വെറുതെ ഇരിക്കുമ്പോ പൂവും വെച്ചൊക്കെ ഉപയോഗിച്ചൊക്കെ വെറുതെ പറയണോട്ടെ, ഒരു സെന്റൻസുകളൊക്കെ ഉണ്ടാക്കണം, മറന്നു നോക്കി. യെസ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ വിച്ച് പൂവൊക്കെ ഉപയോഗിച്ച് പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില വാക്കുകൾക്കൊക്കെ നമുക്ക് വായിച്ചിട്ട് അർത്ഥം പറയാൻ പറ്റേണ്ടവന്റെ കാരണം കാണും. നമുക്കറിയാവുന്ന അർത്ഥമില്ലേ, ആ ഒരർത്ഥത്തിൽ അങ്ങനെ പോകും. അപ്പൊ നോക്കുമ്പോ ഒരു തരത്തിലും അങ്ങനെ സൂട്ട് ആവണില്ല. എന്താണ് ഇവിടെ വന്നേക്കുന്നത്? അപ്പോ ഇതേപോലെ ഓരോ വാക്കുകൾക്ക് വേറെ വേറെ അർത്ഥങ്ങളും സിറ്റുവേഷൻസ് മാറിക്കൊണ്ട് വരുന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ ലിജി, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കട്ടെ? ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ഓക്കെ ശാലിനി, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. Thank you, sir.